വരാൻ പോകുന്ന സമയത്ത് സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയും സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകളും ഇതിനെ വിശ്വസിക്കാത്ത ഒരു സമയം ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഓരോന്നും കാണുന്നത്. അതിൻ്റെ സെറ്റ്ബാക്ക് തന്നെയാണ് ദീപകിൻ്റെ കേസിനകത്ത് ആ ചെയ്ത പെൺകുട്ടി ആ സോഷ്യൽ മീഡിയയിലെ കള്ളത്തരങ്ങൾ മാത്രം പടച്ചു വിട്ട് വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞപ്പോഴും ജനങ്ങൾ പ്രതികരിച്ചത്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനി പാലക്കാട് നിന്നാൽ വീണ്ടും ജയിക്കും. രാഹുൽ ഈശ്വർ അവിടെ നിന്നാൽ രാഹുൽ ഈശ്വറും ജയിക്കും. ഇതിൻ്റെ കാര്യം എന്താ? കാരണം അവർക്കൊരു സപ്പോർട്ട് ബേസ് ഉണ്ടായിട്ടുണ്ട്. സാക്ഷാൽ ബിഷപ്പ് ഫ്രാങ്കോ നിന്നാൽ ജയിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പോപ്പുലർ സപ്പോർട്ടിലോട്ട് ഇവർ പോവുകയാണ്. അതായത് വിക്ടിംസ് പറയുന്ന വലിയൊരു ശതമാനം അവരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടർ പറയുന്ന കപടതയും കള്ളത്തരവുമാണ്. മറിച്ച് ഇവരെല്ലാം ഇതേപോലെ ഫേബ്രിക്കേറ്റഡ് ആയിട്ടുണ്ടായ വിക്ടിംസാണ്. അതേപോലെ തന്നെ അക്യൂസ്ഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് രണ്ടു കൂട്ടർ, അതായത് സെക്ഷൽ അസോൾട്ടാണ് മറ്റുള്ള പല കേസാണെങ്കിൽ രണ്ടു കൂട്ടർക്കും താല്പര്യമായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിൽ വുമൺ കമ്മീഷനെ പോലെ ഒരു മെൻ കമ്മീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. കാരണം അതിന് വലിയൊരു പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് എത്രമാത്രം സ്ത്രീകൾ അനുഭവിക്കുന്നു അതിൻ്റെ 4 ഇരട്ടി പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് അവരുടെ ശബ്ദവും കൂടെ അറിയണം. ഒരു കാര്യം പറയാം, കേരളത്തിലെ വലിയൊരു ശതമാനം സ്ത്രീകളും ഈ പറയുന്ന പുരുഷന്മാർ ഈ പറയുന്നത് അതിനോട് യോജിക്കുന്നുണ്ട്. കാര്യം എന്താ? കാരണം പല സ്ത്രീകളും പല ഫെമിനിസ്റ്റുകളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ആളാകാൻ ശ്രമിക്കുന്നവരും എല്ലാ ലക്ഷ്മൺ രേഖയും ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇത് അടികിട്ടാൻ പോകുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷമുള്ള സ്ത്രീകൾക്ക് തന്നെ. കാരണം അവർ പറയുന്നത് വരാനുള്ള സമയത്ത്, അതായത് ഇപ്പോഴത്തെ ഒരു തലമുറ വിശ്വസിക്കുകയില്ല. കണ്ണുവടച്ച് അവരുടെ ബന്ധുക്കൾ പോലും വിശ്വസിക്കത്തില്ല സത്യമാണോ കള്ളമാണോ. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഉണ്ടാകാൻ പോകുന്ന റവല്യൂഷണറി മാറ്റം എന്ന് പറയുന്നത് വിക്ടിം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം ഉണ്ടാകത്തില്ല. അക്യൂസിനെ കൂടുതലായിട്ട് വഷളാക്കുമ്പോൾ അയാൾക്ക് വലിയൊരു ഫാൻഫെയർ കയറി വരികയാണ്. അതാണ് കോഴിക്കോട് ദീപക് എപ്പിസോഡാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ എപ്പിസോഡാണെങ്കിലും ഈ പറയുന്ന ബിഷപ്പ് ഫ്രാങ്കോ എപ്പിസോഡാണെങ്കിലും നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിൻ്റെ കേസാണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.